ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പ്രവേശിക്കുന്ന പ്രത്യേക വാതിലാണ് ചെമ്പകത്തിൻമൂട് നട. ചെമ്പകത്തിൻമൂട് നടയെപ്പറ്റി പ്രചരിക്കുന്ന ഒരു കഥ അശ്വതി തിരുനാൾ തമ്പുരാട്ടി വിശദീകരിക്കുന്നു. ഈ സംഭവം നടക്കുന്ന കാലഘട്ടം നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ പണ്ഡിതനായ ഒരു ജ്യോത്സ്യൻ അക്കാലത്ത് നഗരത്തിൽ പാർത്തിരുന്നു. അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുവാനായി രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അടുത്ത ദിവസം ഏത് കവാടത്തിലൂടെ ആയിരിക്കും ശ്രീപത്മനാഭസ്വാമി ദർശനത്തിന് താൻ പോകുന്നത് എന്ന് മഹാരാജാവ് ജ്യോത്സ്യനോട് ചോദിച്ചു. എന്നാൽ ആ ജ്യോത്സ്യൻ ഒന്ന് പുഞ്ചിരിച്ച ശേഷം അത് അങ്ങേക്ക് അടുത്ത ദിവസം തന്നെ ലിഖിതമായി ലഭിക്കും എന്ന് അറിയിച്ചു. ഏത് വിധേനയും ജ്യോത്സ്യനെ തോൽപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ എല്ലാ വാതിലുകളും അടയ്ക്കാനും കിഴക്ക് വശത്ത് ഒരു ഭാഗം പൊളിച്ചു തുറക്കാനും ആവശ്യപ്പെട്ടു. ആ ഭാഗം പൊളിക്കുന്ന മാത്രയിൽ തന്നെ ഒരു ചെമ്പ് തകിട് ജോലിക്കാരുടെ ഇടയിൽ വീണു. ഇന്നേ ദിവസം അങ്ങ് ഈ പ്രത്യേക വാതിൽ കൂടി ദർശനത്തിന് പോകും എന്ന് അതിൽ കുറിച്ചിരുന്നു. ഉടനെ തന്നെ ആ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി പാരിതോഷികങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം രാജകുടുംബാംഗങ്ങൾ ഈ വഴി മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്.